കോപ്പി പുസ്തകം ഇന്നും നീ കൊണ്ടുവന്നില്ല അല്ലേ? അച്ഛന്റെ കുഴമ്പ് വാങ്ങിച്ചോ മോളെ? ഈ കാവല് പണി എന്ന് വെച്ചാൽ ഒരുതരം നരകം തന്നെയാ. കമ്പനി ഗസ്റ്റ് ഹൗസിൽ ഇന്നലെ രാത്രി മുഴുവൻ കുടിയും ബഹളമായിരുന്നു. മുതലാളി എപ്പോഴാ ഗേറ്റ് കൂടെ പോകാന്നറിയില്ലല്ലോ. ഒരു പോളെ കണ്ണടച്ചിട്ടില്ല. എന്റെ കോപ്പി പുസ്തകത്തിന്റെ കാര്യം എന്താ? നീ ആ കയ്യിലിങ്ങനെ എടുത്തേ. അത് അലക്കില്ല അച്ഛാ, വൈകിട്ട് പൈപ്പിൽ വെള്ളമില്ലായിരുന്നു. അനിതാ, നിന്നോടാ ചോദിച്ചത് എന്റെ കോപ്പി പുസ്തകം? കോപ്പി എഴുതി പഠിച്ച അമ്മ ഇപ്പൊ കളക്ടർ ആവാൻ പോവല്ലേ? കോപ്പി എഴുതാതെ ചെന്നാ മാഷ് ചീത്ത വിളിക്കാനെന്താ? അതുകൊണ്ടല്ലേ. ആ പെണ്ണിനെ കോളേജിൽ അയക്കാൻ പറ്റാത്ത വിഷമത്തിലാ ഞാൻ. അപ്പോഴാ 70 കഴിഞ്ഞ അമ്മയുടെ കോപ്പി എഴുത്ത്. 100% സാക്ഷരത നമ്മുടെ ജില്ലക്ക് നേട്ടാ മോനെ. ഇല്ലെങ്കിൽ ജില്ല അമ്മയെ പിടിച്ച് വിഴുങ്ങോ? എന്തൊരു ശല്യാടാ അത്. മോളെ, ഉച്ചൂണ് ഇന്നലത്തെ മരി വൈകിക്കല്ലേ. പഠിച്ച് തളർന്നിട്ട് അമ്മമ്മ വരും. മോര് വാങ്ങിച്ചേക്കാൻ മറക്കരുതിട്ടാ. മോളെ അമ്മൂമ്മയുടെ അക്ഷരമാല പുസ്തകം കണ്ടോ? അയ്യോ, എവിടെ? ഞാനെടുത്ത് വിഴുങ്ങി. മോനെ അനന്ത, നീ അമ്മയുടെ അക്ഷരമാല പുസ്തകം കണ്ടാ? കണ്ടു. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓർഡർ കണ്ടു. ഞാൻ കള്ളനില്ല, ആരുടെയും പോക്കറ്റ് അടിച്ചിട്ടുമില്ല. പ്ലീസ് ശബ്ദിക്കരുത്. ശബ്ദിക്കില്ല എന്ന് ഉറപ്പ് പറയുകയാണെങ്കിൽ ഞാൻ വിടാം. എന്ത് ഉറപ്പാണോ? ഞാനൊരു പാവാണ്. ദയവ് ചെയ്ത് എന്റെ പോക്കറ്റ് അടിക്കരുത്. എന്റെ ഒന്നുമില്ല. നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത ഒരു സാധാരണ ആളാ ഞാൻ. എന്റെ പൊന്നു സഹോദര, ദയവ് ചെയ്ത് ഞാൻ പറയുന്നൊന്ന് കേൾക്കണം. ഞാൻ കള്ളനല്ല. മാസാവസാനം കേസ് ഉണ്ടാക്കാൻ വേണ്ടി പോലീസ് എന്നെ വേട്ടയാടുക. മാസാവസാനം കേസോ? ആ, ഒരു മാസം ഇത്ര കേസുകൾ ഉണ്ടാക്കി ആളുകളെ പിടിക്കണമെന്ന് പോലീസിന് മോളിൽ നിന്ന് ഉത്തരവുള്ളതാ. ഞാനൊരു പോക്കറ്റ് അടിക്കാരനാണെങ്കിൽ നിങ്ങൾ എന്റെ ദേഹം മുഴുവൻ പരിശോധിച്ചോളൂ. വല്ല പേഴ്സോ പണോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിക്കോളൂ. വേണ്ട, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പക്ഷെ ഇന്ന് നിങ്ങൾ എന്നെ ഇവിടുന്ന് പുറത്തു വിടരുത്. എന്നെ പോലീസ് പിടിച്ചോണ്ടു. വിഷമിക്കാതിരിക്കൂ. നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്. പിന്നെ ഇല്ലാതെ. SM തിയേറ്ററിന്റെ അവിടെ നിന്ന് ഇവിടം വരെ 3 കിലോമീറ്റർ ജീവനും കൊണ്ട് ഓടുകയില്ലായിരുന്നു. ഈ ഓട്ടോ ഒളിമ്പിക്സിലായിരുന്നെങ്കിൽ ഇന്ത്യക്ക് ഒരു മെഡൽ ഉറപ്പാ. ഈ പോലീസുകാർ ചെയ്യുന്നത് വലിയ ദ്രോഹം തന്നെ അല്ലേ? സംശയമുണ്ടോ? പോലീസ് ഇല്ലാത്തൊരു ഭരണകൂടം ഇവിടെ വന്നേ പറ്റൂ. അതെ 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 അതെ. നിങ്ങളൊന്നും കഴിച്ചില്ലെന്ന് തോന്നുന്നു. ഇല്ല, കഴിക്കാൻ ആലോചിക്കുമ്പോഴായിരുന്നു പോലീസിന് ശക്തമായ ആക്രമണം ഉണ്ടായത്. ഇന്ന് പോകുന്നില്ലല്ലോ. പട്ടിണി കിടക്കണ്ട, ഞാൻ എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഓ, വലിയ ഉപകാരം. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഞാനാണ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല കേട്ടോ. റോഡിൽ എല്ലാ സ്ഥലത്തും പോലീസ് ഉണ്ട്. പുറത്തിറങ്ങണ്ട. കഴിച്ചോളൂ. ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ എല്ലാ പ്രശ്നവും തീരും. എന്റെ എന്ത് പ്രശ്നം? അല്ല, വിശപ്പിന്റെ പ്രശ്നം. പിന്നെ സുഖമായിട്ട് ഉറങ്ങാലോ. ഓഹോ, അങ്ങനെ. ഇവിടെ ഫാൻ ഇല്ലല്ലേ? അയ്യോ, ഇല്ലല്ലോ. നല്ല ചൂടാ. ശരിക്കുള്ള ചൂട് വരാൻ പോകുന്നതല്ലേ ഉള്ളൂ. അല്ല, ഈ ഏപ്രിൽ മെയ്. ഓഹോ, ശരി. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെന്തൊക്കെ അർത്ഥം തോന്നുന്നു. ഒരർത്ഥവും ഇല്ല. ആട്ടെ സഹോദര, നമ്മുടെ ഗൾഫ് യുദ്ധമൊക്കെ എന്തായി? യുദ്ധം തീർന്നിട്ട് കാലത്രേ അറിഞ്ഞില്ലേ? യുദ്ധം തീർന്നോ? ഞാൻ പത്രം വായിച്ചിരുന്ന ആള് പറയേ. അയ്യോ, ആരാ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത്? ഞാനാണ് സാർ. കള്ളനിതാ. അയ്യോ, എടാ ചതിയാ, ദ്രോഹി, തെണ്ടി, വഞ്ചക, നിന്നെ ഞാൻ എടുത്തോളാം. അയ്യോ സാർ, ഞാൻ ആരുടെ പോക്കറ്റ് അടിച്ചിട്ടില്ല. അയ്യോ, എന്നെ അടിക്കരുത്. അയ്യോ അയ്യോ. ഈശ്വര, കീലേരി. അതേടാ, കീലേരി തന്നെ. ഞാൻ തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചോ?
എല്ലാത്തിനെയും കുത്തും ഞാൻ. 4 മാസമായിട്ട് ഈ കത്തിക്ക് റെസ്റ്റാണ്. ഇനി ആ റെസ്റ്റ് കൊടുക്കൂല. നേരത്തെ കുത്തും ഞാൻ. ഓടാ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. ആഹാ, എടാ പട്ടാളത്ത് പോയി പൊളിത്തി അനന്താ ധൈര്യം പുറത്തിറങ്ങടാ. തെറ്റ് ഇന്ന് തന്നെ അവസാനമായിരിക്കും. എന്റെ ശത്രുവിനെ ഞാനൊന്ന് കുത്തിപ്പോയത് വലിയ തെറ്റായി പോയല്ലേ. എടാ, എനിക്കെതിരായി സാക്ഷി പറഞ്ഞ നിന്നെ ഞാൻ ജീവിക്കാൻ വിടുന്നു വിചാരിച്ചോ? ഇറങ്ങണോ പട്ടി? അച്ഛാ, അച്ചു വന്നിട്ടുണ്ട്. വരാൻ പറയൂ. മോനെ കീലേരി അച്ചു. എവിടെ എവിടെ എവിടെ? എടാ, പെണ്ണുങ്ങളെ പോലെ അകത്തൊളിച്ചിരിക്കാതെ ധൈര്യമായിട്ട് ആണുങ്ങളെ പോലെ പുറത്തിറങ്ങി വേടായപ്പാ. നിക്കവിടെ. ഓടിക്കോ ഓടിക്കോ, കീലേരി കീലേരി. നീ എത്ര കാലം ഓടടാ? ഇതാ എല്ലാരോടായിട്ട് പറയാണ്, എന്നെ അനുസരിച്ചും ബഹുമാനിച്ചും ജീവിച്ചാൽ കൊള്ളാം. കത്തിക്കുത്തി കീലേരി അച്ഛനും പുത്തരിയല്ല. എന്നോട് കളിക്കാൻ ധൈര്യമുള്ളവരുടെ ഇറങ്ങി വാടാ. അയ്യോ, എന്റെ മോനെ ഒന്നും ചെയ്യില്ല അച്ചു. എന്റെ അനന്തനെ ഒന്നും ചെയ്യല്ലേ. ഒന്നും ചെയ്യൂല, കുത്തി കുടലെടുക്കുള്ളൂ കേട്ടാ. അയ്യോ സാറല്ലേ, സാറല്ലേ, ശരി സാറല്ലേ, വാതിലോർക്കരി. അച്ചോട്ടനാണ് കീലേരി. ഇവിടെ സരളെങ്കിലും താമസമില്ല. ഇതുവരെ രാത്രിയിലെ ശല്യം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ പട്ടാ പകലുമായി. പുറത്ത് ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? വായിക്കാൻ അറിഞ്ഞൂടെ? നീ ആരാണ് തണ്ടി? ഞാൻ പറയണ. ഞാൻ സരള എനിക്കറിയില്ല. സരള ചേച്ചിയെ ഞാൻ കണ്ടിട്ടില്ല. നീയൊക്കെ കൂടി അവളെ ഇവിടുന്ന് കാര്യം അയച്ചോ? അല്ല, എന്താടാ നിന്റെ ജോലി? ഞാൻ മാജിക്. മാജിക്കോ? നേരാവണ്ണം വല്ല ജോലിയും ചെയ്ത് ജീവിച്ചോണം. കുത്തി കുടലെടുത്തളയും ഞാൻ. കൊല്ലും കൊലയും കീലേരിക്ക് പുത്തരിയല്ലടാ ടാസ്ക്. പ്രൊഫസർ പേടിച്ചു പോയി. ഒരുത്തന്നെ കുത്തി ജയിലിൽ പോയതാ. കുറെ കാലം അകത്തായിരുന്നോണ്ട് ഇവിടെ ഒരു ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പിന്നെയും തുടങ്ങി. ഇതിപ്പോ തന്നെ വാങ്ങിച്ചോളൂ. ചേട്ടാ, അപ്പൊ ഡോക്ടറെ വിട്. എന്റെ കാശൊന്നുമില്ല. അങ്ങനെ പറയരുത് ചേട്ടാ, രക്ഷിക്കണം. ഡോക്ടർ പറഞ്ഞിട്ടാ. എനിക്കെന്റെ കൈ പൊക്കാൻ പറ്റിയ തന്നെ ഞാൻ ആദ്യം കൊല്ലും. ആദ്യം കൈ പൊങ്ങട്ടെ സുഹൃത്തെ. തെണ്ടികള്. എടോ, തന്റെ പോക്കറ്റൊന്നും ഞാൻ അടിച്ചില്ലല്ലോ. എന്റെ പോക്കറ്റിൽ വല്ലതും ഉണ്ടെങ്കിലല്ലേ താൻ അടിക്കൂ. തല്ലിയവരുടെ കയ്യിൽ നിന്നൊക്കെ 1 രൂപയും 2 രൂപയും വെച്ച് പിരിവെടുത്തിട്ടാ തനിക്ക് വേണ്ട മരുന്ന് വാങ്ങിയത്. ഓ, വലിയ ത്യാഗികള്. എടോ, ഈ നാട്ടില് കോടീശ്വരന്മാരായ കള്ളക്കടത്തുകാരുണ്ട്. താൻ എത്ര വലിയ ആദർശവാദിയാണെങ്കിലേ അവന്മാരെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കടോ. ആ കോടീശ്വരന്മാരെ എന്റെ മുറി കയറി വിളിച്ചിരുന്നാൽ ഞാൻ പിടിപ്പിക്കും. ചക്കൂറ്റി പോലുള്ള ഒരു തടിയും കൈയും കാലും ഒക്കെ ഉണ്ടല്ലോ. നാണമില്ലാതെ എന്തിനു മറ്റുള്ളവന്റെ കീശത്തപ്പണം അധ്വാനിച്ച് ജീവിച്ചൂടെ? എടോ, മേലനങ്ങാതെ കിടന്നാ പെട്ടെന്ന് എണീക്കാം. താൻ എവിടുത്തുകാരനാ? എവിടുത്തുകാരനെങ്കിലും ആവട്ടെ, എനിക്ക് വിശന്നിട്ട് വയ്യേ. ദഹനക്രിയ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. അയ്യോ, അതേ ബണ്ണും പഴവും പിന്നാലെ പോലീസും ഉണ്ടോടോ. കഴിച്ചോളൂ. എന്താടോ തന്റെ പേര്? എന്തിനാ? ചുമ്മാ പറ. രാജു. കുറെ കാലായോ രാജു ഈ പണിയിൽ ഏർപ്പെട്ടിട്ട്? എന്റെ ഇഷ്ടം ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയതാ. വിശന്നിട്ട് ഒരു എരപ്പാളി ഒരു പണിയും തരുന്നില്ലെന്ന് വെച്ചാ പൈപ്പുള്ള എത്രയെന്ന് വെച്ചാ കുടിക്കുക. തനിക്കെന്തേ ജോലി? എന്ത് ജോലി? കുറച്ച് മാജിക് അറിയാം. വല്ലപ്പോഴും ഒരു പരിപാടി കിട്ടിയാലായി.
എന്നാലും ഞാൻ അന്തസ്സായിട്ടാ ജീവിക്കുന്നത്. ചിക്കൻ ഫ്രൈക്ക് നല്ല രുചി. ആ ഹോട്ടലിൽ കാലത്തും ചിക്കൻ കിട്ടുമോ? 500 രൂപ കിട്ടിയത് ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങാന്നായിരിക്കും. പിന്നല്ലാതെ ശരീരം നോക്കണ്ടേ? എന്താണ് അധ്വാനം ദൈവമേ. ഇന്നത്തെ അനൗൺസ്മെന്റ് കലക്കിയില്ലേ? എന്റെ ഓരോ തമാശകൾക്കും ജനം പൊട്ടി പൊട്ടിച്ചിരിക്കുകയായിരുന്നു. ജനം ചിരിച്ചത് മാജിക്കിനാ. അല്ല ആണ്. എന്നൊരു കാര്യം ചെയ്യും, ഒരു 5-6 നമ്പർ എന്നെ കൂടി പഠിപ്പിക്കുക, കലക്കി ഞാൻ കൈത്തരാം. അങ്ങനെ കലക്കണ്ട, പിന്നെ തെളിയില്ല. ഇരുന്നതിന് ശേഷം കാല് കിട്ടിയാൽ മതി കേട്ടാ. ആ ലോക പ്രശസ്ത മാജിഷ്യൻ PC സർക്കാർ കാണിക്കുന്ന സകല വിദ്യയും ഞാനും കാണിക്കും. പക്ഷെ എക്യുപ്മെന്റ്സ് വേണം. കുറെ പണം ഉണ്ടായിരുന്നെങ്കിൽ മിനിറ്റ് വെച്ച് ഞാനും ലോക പ്രശസ്തനായനെ. വെറുതെ അല്ല ദൈവം കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കാത്തത്.